ഹായ്, എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സുസ്വാഗതം. ഞാൻ കുറച്ചു കാലം മുന്നേ നട്ടുവെച്ച കറ്റാർവാഴ ചെടിയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ഭാഗം നോക്കി, നല്ല നടുഭാഗം നോക്കി, നല്ല നീളമുണ്ട്. ഇത് ഒരു പീസ് മതിയാവും എനിക്ക്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ നടുഭാഗം സൂക്ഷിച്ച് വേണ്ട, ഒരെണ്ണം മതിയാവും. ഇത് മുറിച്ചു. ഇനി കുറച്ച് ജോലിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരു മഞ്ഞ നിറത്തിൽ ഒരു ദ്രാവകം വരും. അത് നമ്മൾ ഇങ്ങനെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു ബൗളിൽ ഇങ്ങനെ കുത്തനെ വെക്കുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. ഒരു മഞ്ഞ ദ്രാവകം ഇതിൻ്റെ ഉള്ളിൽ നിന്നാ വന്ന് തുടങ്ങി. അതിങ്ങനെ വന്ന് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചൊറിച്ചിൽ പോലുള്ളൊരു സംഭവം നമ്മുടെ ശരീരത്ത് വരും. പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊട്ടും ശരിയാവില്ല. ഇന്ന് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കറ്റാർവാഴ ജ്യൂസ് തന്നെയാണ്. അത് യാതൊരു സംശയവും വേണ്ട. അതുകൂടാതെ പല രോഗങ്ങൾക്കും പ്രതിവിധിയുമാണ്. വിറ്റാമിനുകൾ, മിനറൽസുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടവുമാണ്. ഇതുകൂടാതെ ആന്റി ഓക്സിഡന്റിന്റെയും ആന്റിബയോട്ടിക്സിന്റെയും പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതുകൂടാതെ പനി, ജലദോഷം, സന്ധിവേദന, മസിൽ വേദന, ആന്ത്രാക്സ് എന്നിങ്ങനെ പല രോഗങ്ങൾക്കും ഇത് നമുക്ക് മരുന്നായി ഉപയോഗിക്കാം. മുറിച്ച് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി ഒരു മഞ്ഞ ദ്രാവകം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം കറക്റ്റ് ആവും. ഇല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ചാൽ ചില വ്യക്തികൾക്ക് ഈ തൊലിപ്പുറത്ത് ഒരുമാതിരി ചൊറി പോലെ ഉണ്ടാവും ഈ ഒരു ദ്രാവകം കളഞ്ഞില്ലെങ്കിൽ. ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ എ, സി, വിറ്റാമിൻ ഇ, B1, B2, B12, B6, ഫോളിക് ആസിഡ് തുടങ്ങിയ വിറ്റാമിനുകളെല്ലാം അടങ്ങിയതാണ് കറ്റാർവാഴ ജ്യൂസ്. ഇതിൻ്റെ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാൻ തുടങ്ങും. പല ആളുകൾക്കും ചോദിക്കുമ്പോൾ അറിയത്തില്ല. അതാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ വളരുന്ന ചെടികളിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള ചെടി തന്നെയാണ് കറ്റാർവാഴ. അതിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യമേ തന്നെ എൻ്റെ സൈഡിലെ മുള്ള് സൂക്ഷിച്ച് കൈ കൊണ്ട പ്രശ്നമാകും. എൻ്റെ മുള്ളെല്ലാം ചെത്തി വൃത്തിയാക്കി ഇത് സ്ലൈസ് ആക്കുക. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ മാംസളമായ ഭാഗം സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കും. വളരെ സ്മൂത്തായിട്ട് ഇളകി വരും. അരമുറിയോളം നാരങ്ങ നീരും അല്പം തേൻ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി തേനും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. മിശ്രിതം ഏകദേശം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതേ ഉള്ളൂ. അത്രയും മതി. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അരിക്കൂടെ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അലങ്കരിക്കാനായിട്ട് അല്പം കസ്കസ് കൂടെ ചേർക്കാം. സ്വാദിഷ്ടമായ കറ്റാർവാഴ ജ്യൂസ് റെഡി. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.